ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ ശ്രുതി ശ്യാമിന്റെ വിശ്വാസം നേടണമല്ലോ, അതുകൊണ്ട് ശ്യാമിനോട് ആ കാര്യം പറയാട്ടോ. ഇങ്ങനെ ഒരു എഗ്രിമെന്റിൽ സൈൻ ചെയ്യാനുണ്ട്. അശ്വിൻ സാർ എഗ്രിമെന്റ് സൈൻ ഇട്ടതാണ്. അപ്പൊ അശ്വിൻ സാർ ഇല്ലാത്തതുകൊണ്ട് എന്നെയാണ് നോമിനി ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്കവിടെ പോയി സൈൻ ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ ശ്യാം പണ്ടത് നല്ല കാര്യമല്ലേ, വാ നമുക്ക് പോയി സൈൻ ചെയ്യാന്നുണ്ട് ശ്യാമും കൂടി കൂടെ പോകുക കേട്ടോ. അങ്ങനെ ഇവർ ഒരുമിച്ച് പോകണം കാണുമ്പോൾ അഞ്ജലിക്ക് ചെറിയ സംശയമൊക്കെ തോന്നും കേട്ടോ. കാരണം ആദ്യം ശ്രുതി പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങും. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞാണ് ശ്യാം ഇറങ്ങണത്. ശ്യാം ഇങ്ങനെ ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞാൽ ശ്യാം ഇറങ്ങണത്. പക്ഷെ അഞ്ജലി പുറത്തേക്ക് നോക്കുമ്പോഴേക്കും ഇവർ രണ്ടുപേരും കൂടി എന്തൊക്കെയോ സംസാരിക്കണ കാണുന്നുണ്ട്. എന്നിട്ട് വാ നമുക്ക് വേഗം പോകാം എന്ന് ശ്യാം പറയുന്നുണ്ട് ശ്രുതിയുടെ അടുത്ത്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ അഞ്ജലിക്ക് ചെറിയൊരു സംശയമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ശേഷമാണെന്നുണ്ടെങ്കിൽ അവർ സൈൻ ചെയ്യാൻ വേണ്ടി പോണത്. ആ സമയത്ത് ശ്രുതി ഇങ്ങനെ സൈനൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴേക്കും ശ്യാം മനസ്സിൽ വിചാരിക്കുകയാണ്, അങ്ങനെ ആദ്യത്തെ കടമ്പ നീ കടന്നു ശ്രുതി. പക്ഷെ എങ്കിലും നിന്നോടുള്ള എനിക്ക് വിശ്വാസം ഇപ്പോഴും പൂർണ്ണമായിട്ട് വിശ്വാസമായിട്ടില്ല. കാരണം അശ്വിൻ എന്നെ വിളിച്ച കാര്യം ഇതുവരെ നീ എന്നോട് പറഞ്ഞിട്ടില്ല. അതും കൂടി നീ എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ നിന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കും ശ്രുതി എന്നൊക്കെ ശ്യാം മനസ്സിൽ വിചാരിക്കണം. അങ്ങനെ ശ്രുതി ആണെങ്കിൽ ആ കാര്യം മാത്രം ശ്യാമിനോട് പറയാത്തോണ്ട് ശ്യാമിന് വല്ലാത്ത സംശയം കേട്ടോ ശ്രുതിന്. ആ സമയത്താണ് എനിക്കടുത്ത് ഈ കാര്യങ്ങളൊക്കെ ശ്രുതി പറയണത്. ഇനിയിപ്പോ എന്താ ചെയ്യാ, എനിക്ക് വളരെ പേടി തോന്നുന്നുണ്ട്. ഈ ശ്യാമ് അശ്വിൻ സാറിന് എന്തെങ്കിലും ചെയ്യും, ഉപദ്രവിക്കും, ഉറപ്പാണ്. അയാളുടെ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ അശ്വിൻ സാർ ഇവിടെ സത്യങ്ങളൊക്കെ തുറന്നു പറയില്ലേ. അപ്പൊ സത്യങ്ങളൊന്നും തുറന്നു പറയാതിരിക്കാൻ വേണ്ടിയിട്ട് അശ്വിൻ സാറ് ചിലപ്പോൾ അയാളുടെ ജീവൻ തന്നെ ഇല്ലാതാക്കും. അശ്വിൻ സാറിനെ അയാൾ കൊല്ലും, ഉറപ്പാണ്. അയാളുടെ കാര്യം കണ്ട അയാൾ കൊല്ലും. എന്തിനൊക്കെ ചെയ്യണം എനിക്ക് ചേട്ടാന്ന് പറയാണ്. ആ സമയത്താണ് ശ്യാമിന്റെ കയ്യിലെ ലോക്കറ്റ് ഇവര് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഈ ശ്യാം ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴേക്കും മാലിലെ ലോക്കറ്റിൽ കുറച്ച് വെള്ളം വീഴുവാണ്. അതായത് രാമേട്ടന്റെ കയ്യിൽ നിന്ന് അറിയാതെ വെള്ളം വീണ് പോകുക കേട്ടോ. അതിന് ശ്യാം പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിക്കുകയാണ് രാമേട്ടനോട്. അത് മാത്രല്ല ആ വെള്ളം ശ്യാം ഇങ്ങനെ തോർത്തല്ല ചെയ്യണത്, ഡ്രയർ വെച്ച് ഉണക്കാണ് ചെയ്യണത്. അപ്പൊ എനിക്ക് പറയുന്നുണ്ട് ആ ലോക്കറ്റിൽ എന്തൊക്കെയോ രഹസ്യം ഉണ്ടെന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് എനിക്കും അങ്ങനെ തോന്നിയായിരുന്നു എന്ന് പറയാണ്. അങ്ങനെ ലോക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി നാളെ ആ മാലയായിട്ട് ശ്യാമിന്റെ അടുത്തേക്ക് പോണത്. അത് പൂജിച്ച മാലയാണ് എന്നൊക്കെ പറയുമ്പോൾ ശ്യാമിന്റെ പറഞ്ഞു ഞാൻ തന്നെ മാല കെട്ടിത്തരാന്ന് പറയാണ്. അങ്ങനെ ശ്രുതി ശ്യാമിന്റെ കഴുത്തിൽ മാല ഇടാൻ പോണ സമയത്ത് ആ സ്വർണ്ണമാലയിൽ ആ ലോക്കറ്റ് പതുക്കെ നിലത്തേക്ക് ഇടുകയാണ് ശ്രുതി. എന്നിട്ട് അതേ രൂപത്തിൽ തന്നെ വേറൊരു ഡ്യൂപ്ലിക്കേറ്റ് ശ്രുതി എനിക്കും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ആ ലോക്കറ്റാണ് എന്റെ ആ സ്വർണ്ണമാലയിൽ ഇട്ട് കൊടുക്കുന്നത്. ശേഷം ഈ ലോക്കറ്റ് നോക്കുമ്പോഴേക്ക് ശ്രുതിനെ കടിച്ചു പൊട്ടിക്കാൻ നോക്കുന്നുണ്ട്, വലിച്ചു പറിക്കാൻ നോക്കുന്നുണ്ട്, ആ ലോക്കറ്റിൽ എന്താ ഉള്ളതെന്ന് അറിയാനായിട്ട്. പക്ഷെ ഒന്നും തന്നെ ഇല്ലെന്ന് മനസ്സിലാക്കിയ ശ്രുതി ആ ലോക്കറ്റ് നിലത്തെറിയുമ്പോൾ പൊട്ടിപ്പോകാണോ ലോക്കറ്റ്. നോക്കുമ്പോഴാണ് നോക്കുമ്പോൾ ഞെട്ടിപ്പോവാണ് ശ്രുതി. അത് നോക്കി അത് പെൺഡ്രൈവ് ആണെന്ന് പറയാണ്. പെൺഡ്രൈവോ, അതെന്താന്ന് ചോദിക്കുമ്പോൾ അത് നമ്മുടെ രേഖകളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന സംഭവമാണ്. അപ്പൊ ഇത് തന്നെയാ കാര്യം, എന്തോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയൽ ആ പെൺഡ്രൈവിലുണ്ട്, നമുക്കത് കണ്ടുപിടിക്കണം എന്ന് പറയാണ്. അങ്ങനെ ഷ്യാമിന്റെ ലാപ്ടോപ്പ് അവർ മോഷ്ടിക്കുകയാണ് ഷ്യാമിന്റെ റൂമിൽ നിന്ന്. ശേഷം ആ പെൺഡ്രൈവ് കുത്തുന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പ് തുറക്കാൻ പാസ്വേഡ് വേണമല്ലോ. പാസ്വേഡിന് വേണ്ടി ഒന്ന് രണ്ട് പ്രാവശ്യം അവർ ടൈപ്പ് ചെയ്യുമ്പോൾ റോങ് പാസ്വേഡ് ആണ് കേട്ടോ വരുന്നത്. അങ്ങനെ എന്തിനി പാസ്വേഡ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളൊരു ആകെ ഒരു തത്രപ്പാടിലാണ് ശ്രുതിയും അതുപോലെ തന്നെ എനിക്കും കൂട്ടിയിട്ട്. ആ സമയത്ത് എനിക്കൊക്കെ തോന്നുന്ന ഒരു ബുദ്ധിയാണ്, ഷ്യാമിന്റെ റൂമിൽ ഒരു ചെറിയൊരു ഒളി ക്യാമറ വെച്ചാലോ. അത് ക്യാമറ വെച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സംഭവം വെക്കുകയാണ് എനിക്ക്. അങ്ങനെയാണ് എനിക്ക് ശ്രുതിയും കൂടി ആ പാസ്വേഡ് കണ്ടുപിടിക്കുന്നത്. ആ പാസ്വേഡ് വേറെ ഒന്നുമല്ല, ഐ ലവ് യു ശ്രുതി എന്നാണ് ആ പാസ്വേഡ്. അങ്ങനെ ആ പാസ്വേഡ് കണ്ടുപിടിച്ചിട്ട് അവർ അത് തുറന്നു നോക്കുകയാണ്. തുറന്നു നോക്കുമ്പോഴേക്കും ശ്രുതി ഞെട്ടിപ്പോവാട്ടോ. അതായത് ശ്യാമിന് വേണ്ടി അശ്വിൻ എഴുതിയ പോലെ ഒരു വിൽപത്രം തയ്യാറാക്കി സോഫ്റ്റ് കോപ്പി എടുത്ത് വെച്ചിരിക്കുകയാണ്. അതിൽ എഴുതിയിരിക്കുന്നത് അശ്വിനായ ഞാൻ എൻ്റെ എല്ലാ സ്വത്തുക്കളും എൻ്റെ അളിയനായ എൻ്റെ പെങ്ങളുടെ ഭർത്താവായ ശ്യാം മാധവിന് സ്വമേധയാൽ എഴുതി കൊടുക്കുന്ന വിൽപത്രം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അത് വീടും സ്ഥലവും ബിസിനസ്സും എല്ലാം എന്തൊക്കെയുണ്ടോ അതെല്ലാം തന്നെ ശ്യാമിന്റെ പേര് എഴുതിയിരിക്കുന്ന വിൽപത്രങ്ങളാണ് കേട്ടോ. അതെല്ലാം തന്നെ അത് കാണുന്നത് ശ്രുതി ആകെ ഷോക്കായി പോവാണ്. അപ്പൊ എനിക്കിങ്ങനെ പറയണ്ട്, ഇതെന്താ ഈ വിൽപത്രം ഇങ്ങനെ, അതിൽ അശ്വിന്റെ കയ്യൊപ്പ് ഉണ്ടല്ലോ, ഇത് ഒറിജിനൽ കയ്യൊപ്പ് തന്നെയാണ്, ഇതെങ്ങനെയാ ശ്രുതി അശ്വിന്റെ കയ്യൊപ്പ് ഈ വിൽപത്രത്തിൽ വന്നത് എന്ന് ശ്രുതി എടുത്ത് എനിക്ക് ചോദിക്കുമ്പോ ശ്രുതി അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോഴാണ് ശ്രുതിക്ക് മനസ്സിലായത് 2-3 ആഴ്ച മുമ്പ് ഈ ശ്യാം ഒരു ഡോക്യുമെന്റ് അശ്വിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ അടുത്ത് കൊടുത്തില്ലായിരുന്നോ. ആ ഡോക്യുമെന്റിൽ അശ്വിൻ സൈൻ ഇട്ട ആ അതേ ഡോക്യുമെന്റ് തന്നെയാണ് ശ്യാം ഇപ്പൊ എഡിറ്റ് ചെയ്തിട്ട് വിൽപത്രം ആക്കി വെച്ചിരിക്കുന്നത്. അത് കാണുമ്പോൾ ശ്രുതി ആകെ ഷോക്കായി പോവാട്ടോ. ഈശ്വരൻ, ഞാൻ കാരണമാണല്ലോ അശ്വിൻ സാറിന്റെ സ്വത്തുക്കളെല്ലാം പോകുവാണ് എന്നൊരു വല്ലാത്തൊരു കുറ്റബോധവും വിഷമൊക്കെ ശ്രുതിക്ക് ആവാണ്. ശ്രുതി അപ്പൊ തന്നെ പൊട്ടിക്കരയാട്ടോ. എനിക്ക് പറയണ്ട, ശ്രുതി ഈ സമയത്ത് കരയോ അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുകയല്ല വേണ്ടത്, നമുക്ക് അടുത്തത് നെക്സ്റ്റ് എന്ത് ചെയ്യാം എന്നാണ് ആലോചിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ശ്രുതി പറഞ്ഞു ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോ അതെ, അയാള് വലിയ ബുദ്ധിമാൻ കളിച്ചതല്ലേ, കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഉറക്കിപ്പിച്ചാലോ ശ്രുതി എന്ന് എനിക്ക് ചോദിക്കാണ്. അതെങ്ങനെയാ ശ്യാമാധവനെ കൊണ്ട് നമ്മൾ എങ്ങനെ ഇത് തിരുത്തിപ്പിക്കാം? അതൊക്കെ ഒരു വഴിയുണ്ട്. അയാളൊരു വിൽപത്രം എഴുതി അല്ലേ, നമ്മൾ അതിന്റെ മുകളിലൊരു വിൽപത്രം എഴുതിയാലോ
എനിക്ക് ചേട്ടൻ എന്തൊക്കെയാ പറഞ്ഞത്? വിൽപത്രത്തിന് മുകളിൽ വേറൊരു വിൽപത്രോ? അതെ, അയാൾ എഴുതിയ പോലത്തെ ഒരു വിൽപത്രം നമ്മൾ ഉണ്ടാക്കുന്നു, എന്നിട്ട് അയാളെ കൊണ്ട് അതിൽ സൈൻ ചെയ്യിപ്പിക്കുന്നു. അയാൾ സൈൻ ചെയ്ത് തരാനോ? അയാൾ ഒരിക്കലും സൈൻ ചെയ്തില്ല. ആ വിൽപത്രം വായിക്കാതെ അയാൾ ഒരിക്കലും സൈൻ ചെയ്യില്ല. ശ്രുതി, അവിടെയാണ് നീ നിന്റെ മിടുക്ക് തെളിയിക്കേണ്ടത്. നീ അയാളോട് കൂടുതൽ അടുക്കുന്ന പോലെ കാണിക്കണം. അതിനുശേഷം അയാളെ കൊണ്ട് ആ വിൽപത്രത്തിൽ എങ്ങനെയെങ്കിലും സൈൻ ചെയ്യിപ്പിക്കണം. അയാളിങ്ങനെ എന്തിന്റെ വിൽപത്രം എന്ന് ചോദിക്കുകയോ പറയോ ചെയ്താൽ പറയണം, അത് സ്വത്തുക്കളൊക്കെ അശ്വിന്റെ സ്വത്തുക്കളൊക്കെ ശ്രുതിക്കും പകുതി പങ്ക് തരാന്ന് പറഞ്ഞിട്ടുള്ള വിൽപത്രമാണെന്നും പിന്നെ അഞ്ജലി ചേച്ചിനെ ഡിവോഴ്സ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉള്ള പേപ്പേഴ്സ് ആണെന്നൊക്കെ പറയണം. അങ്ങനെയൊക്കെയാ വിശ്വാസം നേടേണ്ടത്. എന്നിട്ട് നീ പതുക്കെ ഒപ്പിടിപ്പിക്കണം എന്ന് പറയാണ്. ശ്രുതി കയ്യും കാലൊക്കെ വിറച്ച് അവസാനം ആ വിൽപത്രം ഇട്ട് ശ്യാമിന്റെ മുമ്പിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ശ്യാമിനോട് പറയുന്നുണ്ട്, അതെ, ഈ വിൽപത്രത്തിലൊക്കെ ഒന്ന് ഒപ്പിട്ട് തരണം. വിൽപത്രത്തിലോ? ഞാനോ? എന്തിനാ ഞാൻ വിൽപത്രത്തിലോ ഒപ്പിടുന്നത്? അതെ, അശ്വിൻ സാറിന്റെ സ്വത്തുക്കൾ നിങ്ങൾ മാത്രം എടുത്താൽ പോരല്ലോ, എനിക്കും കൂടി വേണ്ടേ? നമ്മൾക്ക് രണ്ടുപേർക്കും പകുതി പകുതി ആ രീതിയിലാണ് ഞാൻ വിൽപത്രം എഴുതി വെച്ചേക്കണം, അതിലേക്ക് സൈൻ ചെയ്യണമെന്ന് പറയാണ്. ശ്യാം അത് ഫുള്ള് വായിച്ചു നോക്കാട്ടെ. ശ്രുതിയുടെ നെഞ്ച് പടപടാന്നിങ്ങനെ പിടയ്ക്കുകയാണ്. ഈശ്വരൻ എന്തിനും കണ്ടുപിടിക്കോ എന്ന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ശ്രുതിക്ക്. ശ്രുതി ഇങ്ങനെ ശ്യാമിനെ തന്നെ നോയിക്കൊണ്ടിരിക്കാട്ടോ. പെട്ടെന്ന് ശ്യാമിന്റെ കണ്ണുകൾ ശ്രുതിയുടെ കണ്ണിലോട്ട് ഉടയ്ക്കുകയാണ്. അതായത് കണ്ണിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്യാമ്. ശ്രുതി കണ്ണെടുക്കാതെ ശ്യാമിനെ തന്നെ നോയിക്കൊണ്ടിരിക്കാട്ടോ. ശ്രുതിക്ക് മനസ്സിലായി ഈ സമയത്ത് ശ്യാമിനെ കണ്ണെടുക്കാതെ നോക്കുവാണെങ്കിൽ അയാൾ വിൽപത്രം ഫുള്ള് വായിച്ചു നോക്കാതെ സൈൻ ചെയ്യുമെന്ന് ശ്രുതിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ശ്രുതി ശ്യാമിനെ വശീകരിക്കുന്ന രീതിയിലേക്ക് കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശ്രുതി നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ട് തന്നെ ശ്യാം ആ വിൽപത്രത്തിൽ ഫുള്ളും സൈൻ ചെയ്യാട്ടോ. അങ്ങനെ ശ്രുതിയുടെ മനസ്സിലെ പകുതി ഭാരം അങ്ങോട്ട് ഒഴിഞ്ഞു. പിന്നീട് ശ്രുതി കണ്ടുപിടിക്കുകയാണ് ഈ ശ്യാം വല്ലാത്ത ചതി തന്നെയാണ് കാണിക്കുന്നത്. കാരണം ഈ അശ്വിൻ ഫോൺ വിളിച്ച സമയത്ത് ഒരു അമ്പലത്തിന്റെ മണിയും ട്രെയിൻ പോണ ശബ്ദമൊക്കെ കേട്ടില്ല, അത് ശരിക്കും റെക്കോർഡർ വെച്ചിരിക്കുകയാട്ടോ ശ്യാം. അതായത് ആ സ്ഥലത്തെ കുറിച്ച് ശ്രുതിയെടുത്ത് പറയാൻ വേണ്ടിട്ട്, അതായത് ശ്രുതിയെടുത്ത് പറയാൻ വേണ്ടി ഇങ്ങനെ ഫേക്ക് ആയിട്ടുള്ള സ്ഥലം ആണെന്ന് അറിയിക്കാനായിട്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചതാണ്. അപ്പൊ ആ കാര്യം ശ്രുതി ശ്യാമിനോട് പറയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ശ്യാം അങ്ങനത്തെ ഒരു നാടകം കളിച്ചത്. ഇവർ തമ്മിൽ ഫോണിൽ സംഭാഷണം പറയണത് ശ്യാമിനെ അറിയിക്കോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതിൽ ശ്യാം ഏറെക്കുറെയൊക്കെ വിജയിക്കും ചെയ്യുന്നുണ്ട്. പക്ഷേ ശ്രുതിക്ക് മനസ്സിലാവും ശ്യാം ശരിക്കും പറഞ്ഞാൽ ചതിക്കുകയാണ്, കൂടെ നിന്ന് ചതിക്കുകയാണെന്ന്. അതുകൊണ്ട് തന്നെ ശ്യാമിന് നല്ലൊരു എട്ടിന്റെ പണി തന്നെയാണ് ശ്രുതി കൊടുക്കുന്നത്. വേറൊന്നുമല്ല, അവസാന നിമിഷം ആകുമ്പോഴേക്കും ശ്യാം ഇങ്ങനെ ചതിക്കുകയാണെന്ന് ശ്രുതിക്ക് മനസ്സിലാവില്ലേ. ആ സമയത്ത് ശ്രുതി എല്ലാ സത്യങ്ങളും അഞ്ജലിയുടെ പറയാൻ വേണ്ടി തന്നെ എല്ലാ തെളിവുകളും ശേഖരിച്ചിട്ടാണ് വെക്കണത്. അതായത് ഇപ്പൊ മുതലുള്ള കാര്യങ്ങളെല്ലാം ശ്രുതിയുടെ കയ്യിൽ അതായത് എല്ലാം റെക്കോർഡഡ് ആണ്. അതായത് എന്തൊക്കെ ശ്യാം ചെയ്യിപ്പിക്കുന്നുണ്ടോ അതെല്ലാം തന്നെ ശ്രുതി റെക്കോർഡ് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ ആ ഒരു അവസാന നിമിഷം എല്ലാം തെളിവ്, അതായത് പാസ്പോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ വിൽപത്രവും അങ്ങനെ പല സംഭവങ്ങളും ഒക്കെ ശ്യാമിനെതിരായിട്ട് ശ്രുതി കൊണ്ടുവരുമ്പോഴാണ് ശ്യാമിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ അവസാനം വരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. ഇനിയിപ്പോ ഈ ആഴ്ച ലാസ്റ്റോട് കൂടി തന്നെ സച്ചി വരാൻ ചാൻസ് ഉള്ളൂ കേട്ടോ. എന്തായാലും ഹിന്ദിയിൽ 1, 2, 3 ഭാഗങ്ങൾ കൂടി ഇതിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ബൈ ബൈ.